നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് നിർമ്മലയും പത്രോച്ചായനും ആയിട്ടുള്ളത്. അവരുടെ മില്ലിലെ കൂലിക്കാരനായി മകൻ നിൽക്കുന്നത് കണ്ടപ്പോഴേ പായസം വെച്ച് ആഘോഷിക്കാനുള്ള സന്തോഷമൊന്നും സത്യഭാമിക്ക് തോന്നിയില്ല രാഘവേട്ട. പ്രൈസ് മണിക്ക് വേണ്ടി പത്രോച്ചായന്റെ അച്ഛന്റെ പേരിൽ നടത്തുന്ന സൈക്കിൾ റേസിൽ അവനൊരു സൈക്കിൾ ചവിട്ടി, അതും വെറും 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട്. ഓ, വെറും 2 ലക്ഷം രൂപയോ? അമേ, അഹങ്കാരം ആവാം, പക്ഷേ അതിൽ കൊടയം കൂടെ പിടിക്കരുത് നീ. ഓ, നമ്മൾ ജീവിതം തുടങ്ങുമ്പോഴേ 2 ലക്ഷം അല്ല 20 രൂപ വലുതായിരുന്നു ഈ രാഘവൻ നായർക്കേ. 2 രൂപയ്ക്ക് വില പേശി മീൻ വിറ്റിട്ടുണ്ട് രാഘവൻ നായർ. നട്ടെല്ല് പൊട്ടുന്ന ഭാരത്തില് ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്താൽ കിട്ടുന്ന കൂലി വെറും 10 രൂപ. ഓരോ അണാ പൈസയും വലുതായിരുന്നു അന്ന് രാഘവൻ നായർക്കേ. അന്നുണ്ടാക്കിയ സമ്പാദ്യ നീ പെരുപ്പിച്ചങ്ങ് വലുതാക്കിയതേ. ഉണ്ട് നിറഞ്ഞിരിക്കുന്നവനെ വിശന്നിരിക്കുന്നവനെ പരിഹസിക്കരുത് ഭാമേ. ദൈവം അത് പൊറുക്കൂല. ചിലപ്പോ തന്നെല്ലാം തിരിച്ചെടുത്തു എന്നും വരും. ദൈവത്തിനെ അതിനൊക്കെ ഒരു നിമിഷം മതി. വിഷ്ണു ഒരു റേസിൽ ജയിച്ചെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യണമെന്നാ രാഘവേട്ടനെ പറയുന്നത്? ഞാനത് ഇവിടെ കിടന്ന് തുള്ളിച്ചാടണോ? അധികം തുള്ളരുതെന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ അഹങ്കാരത്തിന്റെ പത്തിക്കേറ്റ അടിയാണെന്ന് കരുതി ഒന്ന് ഒതുങ്ങിക്കോ രാഘവേട്ട. ഭാമേ, അവന് പണത്തിന് ആവശ്യം വന്നപ്പോ അവൻ ഇവിടെ കയറി വന്നു. വെറുതെ ഒന്നുമല്ലല്ലോ, കൈവശം ഉണ്ടായിരുന്ന ആധാരം പണയം വെച്ച് കടം വാങ്ങാൻ. എന്നിട്ട് നീ കൊടുത്തോ? ആ ആധാരം ഒന്ന് വാങ്ങിച്ച് വായിച്ചു പോലും നോക്കാതെ നീ അവനെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പണം ഇല്ലാണ്ടൊന്നല്ലോ. സത്യഭാമയുടെ തണ്ട് അഹങ്കാരം. അതേ നീ തന്നെ അവനെ പൂമാലിട്ട് സ്വീകരിച്ച് പ്രൈസ് മണി സമ്മാനിക്കേണ്ടി വന്നില്ലേ? ഇതിനാ ഭാമയെ പറയുന്നത് വിധിയെന്ന്. ഇത് ഒരു സൂചനയായി കണ്ട് സ്വയം തിരുത്താൻ തയ്യാറായാൽ നിനക്ക് കൊള്ളാം. ഇതൊരു തുടക്കം മാത്രമാ ഭാമേ. വരാനിരിക്കുന്ന നിന്റെ പരാജയങ്ങളുടെ ഘോഷയാത്രകളുടെ തുടക്കമാ. വിഷ്ണുവിന്റെ മുമ്പിലേ നിനക്ക് തലകുനിക്കേണ്ടി വരും. അതെ, ഈ രാഘവൻ നായരുടെ മകനാവൻ. 50 രൂപയും കൊണ്ട് മാർക്കറ്റിലിറങ്ങിയ രാഘവൻ നായർക്ക് ഇത്രയൊക്കെ എത്താമെങ്കിലേ അതിനപ്പുറത്തെത്താനാവും എന്റെ മോൻ വിഷ്ണുവിന്. കഴിഞ്ഞോ? ഇതിവിടെ വെച്ച് തീർക്കാൻ നിനക്ക് മനസ്സുണ്ടായ ഇതിവിടെ കഴിയും. ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും. സാരോപദേശം കഴിഞ്ഞോന്ന് മാത്രമാ ഞാൻ ചോദിച്ചത്. ഓ, തുടങ്ങി വെച്ചതൊന്നും നിർത്താൻ സത്യഭാമയ്ക്ക് ഉദ്ദേശമില്ല രാഘവേട്ട. സൈക്കിൾ റേസിലല്ല, ജീവിതത്തിൽ അവനൊന്ന് ജയിച്ചു കാണിക്കട്ടെ, മകനായാലും മരുമകളായാലും. കഷ്ടം. അങ്കിൾ, അത് ഭാമാന്റെ ഉദ്ദേശം എന്താ? ഇറങ്ങിപ്പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.